ഗൈസ്, ട്രിവാൻഡ്രം വിഷസിന്റെ പുതിയൊരു റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് കങ്കുവ. ശിവാസാന്റെ ഡയറക്ഷനിൽ സൂര്യ സാർ അഭിനയിച്ച ഒരു ഫിലിമാണ് കങ്കുവ. ഞാനും ഒരു തികഞ്ഞ ഒരു സൂര്യ ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാനും ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഫിലിം ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് ഫസ്റ്റ് ഷോ കാണണം എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഷോ എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് രാത്രിത്തെ ഷോ ആണ് എനിക്ക് കിട്ടിയത്, മീൻസ് ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ നമ്മളൊരു മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ മൂവി ഇറങ്ങുമ്പോൾ നമ്മൾ റിവ്യൂസ് നോക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു രീതിയാണ്. അങ്ങനെ ഞാനും ഇന്നലെ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയപ്പോൾ ഫുള്ളി, അതായത് ഒരു സിനിമയെ എങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഇറക്കിയൊരു ഫുള്ളി ഒരു ഡീഗ്രേഡ് മെത്തേഡാണ്. എല്ലാ റിവ്യൂസ് ആയാലും ശരി, കണ്ടിറങ്ങിയവരായാലും ശരി, ഒക്കെയും കമൻസ് ഒക്കെയും നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് തന്നെ എനിക്കും ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം അയ്യോ, ഇങ്ങനെ ആയിരിക്കുമോ, ഫിലിം ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു തോട്ട് നമുക്കും വരുമല്ലോ. അങ്ങനെ ആ ഒരു തോട്ടോട് കൂടിയിട്ടാണ് ഞാൻ നൈറ്റായിരുന്നു ഷോ കാണാൻ വേണ്ടിയിട്ട് കയറിയത്. പക്ഷേ എനിക്കത് കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വലിയ ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അവർ പറയുന്ന ലാഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് വലിയ ലാഗൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ശിവാസാറിൻ്റെ ഒരു മോഡ് അനുസരിച്ച്, അതായത് ശിവാസാറിൻ്റെ ഡയറക്ഷനിലെ ഒരു മോഡ് അനുസരിച്ച് സാറിൻ്റെ ഫിലിം ഒക്കെയും ഇമോഷണലി കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഉള്ള ഒരു ഫിലിം ബേസാണ് നമ്മളുടെ ശിവാസാറിൻ്റെ ഡയറക്ടർ ശിവാസാറിൻ്റെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിനും ആ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട് എന്നും പറഞ്ഞ് അത്രയും ബോറായിട്ടോ അല്ലെങ്കിൽ എത്രയോ മോശമായിട്ടോ ഒന്നും ആ ഫിലിമിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് ഒരു 2.5 hours മൊത്തവും നന്നായിട്ട് എനിക്ക് നന്നായിട്ട് കണക്റ്റ് ആയ ഒരു ഫിലിം തന്നെയാണ്. എനിക്ക് അതിൽ ഒരു ലാഗോ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ അത്രയും മോശം അഭിനയമോ ഒന്നുമല്ല നമ്മുടെ സൂര്യ അതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. സൂര്യൻ്റെയൊക്കെ ഒരു ഹാർഡ് വർക്കിൻ്റെ എഫർട്ട് ഒന്നും കാണാതിരിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് എഫർട്ട് ഇട്ടിട്ടാണ് ആളുടെ അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ഒരു അഭിനയം തന്നെയാണ് സൂര്യ സാറിൻ്റെ അതിലുള്ളത്. മാത്രമല്ല അതിൻ്റെ ത്രെഡ് വർക്ക്, അതായത് അതിൻ്റെ ആ ഒരു കഥയുടെ സ്റ്റോറി ലൈൻ ആയാലും മേ ബി കുറച്ചും കൂടെ വർക്ക് ചെയ്യാമായിരുന്നു. എന്നാലും ഈ കഥ അതുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് ഒരു വലിയ ഇതൊന്നും തോന്നിയില്ല. നന്നായിട്ട് കണക്ട് ചെയ്യും പോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ മേക്കിംഗ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഒരു ഭയങ്കര വൃത്തികെട്ട ഒരു മേക്കിംഗ് ഒന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അടിപൊളി മേക്കിംഗ് ആയിരുന്നു. VFX ആയാലും ശരി, 3D ആയാലും ശരി, അതിൻ്റെ BGM ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടുകളും ഒക്കെ ആയിരുന്നു. അത്ര ഈ നമ്മുടെ ഈ റിവ്യൂസ് പറയും പോലെ അത്ര ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടൊരു ഫിലിമായിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റേ പറയാം, മീൻസ് ഇതൊക്കെയും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള, അതായത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് എങ്ങനെ ആ ഫിലിം കണ്ടപ്പോൾ തോന്നി എന്നുള്ളതാണ്. അവരവരുടെ ഒപ്പീനിയൻസ് അവരവർക്ക് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ഫിലിം തന്നെയാണ്. സൂര്യ സാറിൻ്റെ ഫിലിം ആയതുകൊണ്ട് മാത്രമല്ല, അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, വലിയ ബോറിങ്ങൊന്നും ഇല്ലാതെ 3 മണിക്കൂർ വരെയൊക്കെ 3 മണിക്കൂറാണ് ഫിലിം, 2.25 മണിക്കൂറാണ് ഫിലിം. അതുവരെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. മാത്രമല്ല, ഞാൻ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഭയങ്കര അലർച്ചയാണ്, ഭയങ്കര ലൗഡ്നെസ് ആണ്. ഓഫ് കോഴ്സ് ആ ഒരു ഫിലിമിന് അതിൻ്റെ ഒരു സിറ്റുവേഷൻ, ആ ഒരു അലർച്ച അതിൽ വേണം. ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ അല്ലല്ലോ. ആ ഫിലിം നമ്മൾ ചെന്ന് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈന് മീൻസ് നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു അലർച്ച ആ ഫിലിമിന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഫിലിം തന്നെയാണ്. നല്ലൊരു ഫിലിമാണ്. സൂര്യ സാറിൻ്റെ എഫേർട്ട് കാണാതിരിക്കാൻ വയ്യ. അടിപൊളി തന്നെയാണ്. ലാസ്റ്റത്തെ ക്ലൈമാക്സ് സീനുകൾസ് ആയാലും നമുക്ക് പെട്ടെന്ന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ക്ലൈമാക്സ് ആയാലും അതിൻ്റെ ഫുള്ളി എനിക്ക് ഓവറോൾ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മൈ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ ഒന്നും കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒരു ഫിലിമിനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ, അതായത് അതിൻ്റെ പിന്നണിയിൽ അല്ലെങ്കിൽ മുന്നണിയിലൊക്കെ പ്രവർത്തിച്ച ആൾക്കാരുടെ എഫേർട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കണം. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് ആ ഫിലിം നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എത്രയോ വർഷത്തെ കാത്തിരിപ്പായിരിക്കും, അല്ലെങ്കിൽ എത്രയോ വർഷത്തെ അവരുടെ ഹാർഡ് വർക്ക് ആയിരിക്കും ഇതുപോലെ ഒരു ഫിലിം നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു റിവ്യൂയിലൂടെ ഒരിക്കലും ഒരു ഫിലിമിനെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.
എന്തായാലും ചെന്ന് കാണുന്നവർക്ക് എന്തായാലും വളരെ മോശം അനുഭവമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും കാണാം പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തും വരെ. ഇറ്റ്സ് മീ ആരതിലാൽ സൈനിങ് ഓഫ്.